അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 27-ാം തിരുവചനം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, കുരിശിലെ യാഗവേദിയിൽ നമുക്ക് അമ്മയായി തന്ന പരിശുദ്ധ അമ്മ, പരിശുദ്ധ കന്യകാമറിയത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒക്ടോബർ മാസത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇനി ഓരോ കുടുംബങ്ങളിൽ നിന്നും ജപമാല മലരുകൾ സ്വർഗത്തിലേക്ക് ഉയരുന്ന നിമിഷങ്ങളാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു, ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുന്നു. ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിക്കുന്നു. എത്രയോ വലിയ രഹസ്യമാണ് ഈശോ ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ നമ്മളോട് പങ്കുവച്ചത്. ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മൾക്ക് വരച്ച് കാണിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാനായിലെ കല്യാണ വിരുന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബങ്ങളും ധ്യാനിക്കേണ്ട വചനഭാഗമാണ് കാനായിലെ കല്യാണ വിരുന്ന്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കാനായിലെ ആ കല്യാണ വിരുന്നിൽ, ആ വിരുന്ന് നടന്ന ഭവനത്തിലുണ്ടായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യമുണ്ട്. അമ്മ നിരന്തരം ഈശോയോട് മാധ്യസ്ഥം തേടിക്കൊണ്ടിരിക്കുകയാണ് മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഒരിക്കൽ മദർ തെരേസ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസ് അവരുടെ അടുത്ത് വന്നു ചോദിച്ചു, ഭക്ഷണം വെജാണോ നോൺ വെജാണോ വേണ്ടത്? അമ്മ തിരിച്ചങ്ങോട്ട് മറുപടി കൊടുത്തു, ഞാൻ ഈ ഭക്ഷണം വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ എനിക്ക് എത്ര തുക തിരിച്ചു നൽകും? മെക്സിക്കോയിലേക്ക് പറക്കുന്ന ടാക്കോ എയർലൈൻസിനായിരുന്നു ഇത് സംഭവിച്ചത്. പെൺകുട്ടി പൈലറ്റിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് തിരിച്ച് മറുപടി പറഞ്ഞു, $1. തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നത് മദർ തെരേസയാണെന്ന് അറിഞ്ഞ കൂടെ യാത്ര ചെയ്യുന്ന 129 പേരും അവരുടെ ഭക്ഷണ സാധനങ്ങൾ വേണ്ട എന്ന് വെച്ചു. ആ തുക മദർ തെരേസയെ ഏൽപ്പിച്ചു. പിന്നീട് എയർപോർട്ടിൽ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ മദർ തെരേസ വീണ്ടും ആ പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ ഈ ബാക്കി വന്ന, അല്ലെങ്കിൽ ഞങ്ങൾ വേണ്ടാന്ന് വെച്ച ഈ ഭക്ഷണ സാധനം എന്ത് ചെയ്യും? അവർ പറഞ്ഞു, ഞങ്ങളത് കളയും, ഞങ്ങളത് കളയാൻ പോവുകയാണ്, അതെനിക്ക് തന്നുകൂടെ? വീണ്ടും പൈലറ്റിനോട് ചോദിച്ച് അനുവാദത്തോട് കൊടുത്തു. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്ന ഇപ്രകാരമാണ്, മദർ തെരേസയ്ക്ക് അവിടുന്ന് തന്നെ വിമാന കമ്പനിയുടെ ഔദ്യോഗിക അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വാഹനം, ട്രക്ക് കൊടുക്കുന്നു. അതിൽ യാത്ര ചെയ്ത് മെക്സിക്കോയുടെ തിരുവോരങ്ങളിലുള്ള പാവങ്ങൾക്ക് ആ ഭക്ഷണപ്പൊതികൾ കൊടുക്കുന്ന ഒരു നല്ല ചിത്രം നമ്മൾ മദർ തെരേസയുടെ ജീവിതത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മദർ തെരേസയ്ക്ക് ചോദിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയുമില്ല. കാരണം അവളുടെ ഓരോ ദിവസത്തെയും ചിന്തകൾ പാവങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു, അവരുടെ അന്നത്തെക്കുറിച്ചായിരുന്നു, അവരുടെ വേദനകളെക്കുറിച്ചായിരുന്നു, അവരുടെ നൊമ്പരങ്ങളെക്കുറിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യക്കാരന് ഔചിത്യബോധം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. യാതൊരു മടിയും കൂടാതെയാണ് ആ പെൺകുട്ടിയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചതും അത് നേടിയെടുക്കുന്നതുമെങ്കിൽ പരിശുദ്ധ അമ്മയും
ഇതിനേക്കാൾ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് സുവിശേഷം നിലകൊള്ളുന്നുണ്ട്. അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ എന്ന ചോദ്യം, അല്ലെങ്കിൽ അപ്രകാരം ഒരു ഉത്തരം പരിശുദ്ധ അമ്മയിൽ നിന്ന് വരുവാൻ കാരണമായത് മറ്റൊരു കാര്യമാണ്. മകനെ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ അങ്ങോട്ട് ചോദിച്ചു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? പരിശുദ്ധ അമ്മ പ്രതീക്ഷ ഒരു മറുപടി ആയിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നു, അവൻ പറയുന്നത് എന്തായാലും അത് ചെയ്യും. ഈ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് ഈശോ പറഞ്ഞു തരുന്നത്. കാരണം ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ ആ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടുള്ള പ്രാർത്ഥനകൾ എത്രമാത്രം ശക്തിയുള്ളതായിരിക്കും. ജപമാല സുവിശേഷങ്ങൾ കോർത്തുകൊണ്ടുള്ള ഒരു മാലയാണ്. അവിശ്വാസിയായ ഒരു മനുഷ്യനത് കണ്ടു കഴിയുമ്പോൾ കേവലം ചരടുകളിൽ കുറേ മുത്തുകൾ ചേർത്ത് ഒരു കുരിശ് അതിലാരോ ഇങ്ങനെ കിടക്കുന്നു. അവിശ്വാസി അത് കണ്ടാൽ ഒരു പക്ഷേ ചവിട്ടാൻ സാധ്യതയുണ്ട്. വിശ്വാസിക്ക് അവൻ്റെ ജീവിതം ജപമാലയിൽ കണ്ടെത്താൻ സാധിക്കും. ഈ ജപമാല കയ്യിലെടുത്ത് ധ്യാനിക്കുമ്പോൾ ഇതിലെ ഓരോ മുത്തുമണികളിലും അനന്തമായ ദൈവത്തിൻ്റെ സ്നേഹം ഒളിഞ്ഞു കിടപ്പുണ്ട്. ദൈവം മനുഷ്യനെ സ്നേഹിച്ചതിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഈ ജപമാലയിൽ കാണുവാൻ സാധിക്കും. നമുക്കറിയാം, അതിലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ രഹസ്യങ്ങളും ഈശോയുടെ ജീവിതത്തിലെ രക്ഷാകരമായ രഹസ്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. സന്തോഷവും ദുഃഖവും മഹിമയും പ്രകാശവും ഒക്കെ അടങ്ങിയ രഹസ്യങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ഇപ്രകാരം ചില നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളെ ജപമണിയോട് ചേർത്ത് വെച്ച് നീ ഈശോയെ ആരാധിക്കാൻ കിട്ടുന്ന നിമിഷമാണ് ജപമാലയുടെ സമയം. അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ മാസം ഏറ്റവും ഫലദായകമായിട്ട് ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും അനുഷ്ഠിക്കണമെന്ന ഒരു വലിയ സന്ദേശമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. കാരണം കൊറോണയുടെ പശ്ചാത്തലത്തിൽ ദേവാലയത്തിൽ പോകുവാൻ വേണ്ടി മടിക്കുന്ന, അല്ലെങ്കിൽ പോകാൻ സാധിക്കാത്ത അന്തരീക്ഷം പലയിടത്തും നിലനിൽക്കുമ്പോൾ നമുക്ക് വലിയ ശക്തിയും പ്രചോദനമാണ് ഈ ജപമാല. നമ്മുടെ ദിവസങ്ങൾ ജപമാല ചൊല്ലി ആരംഭിക്കാം. നമ്മുടെ ദിവസങ്ങൾ അവസാനിക്കുന്നതും ജപമാലയിലൂടെ ആവട്ടെ. പഴയ കാലത്ത് കാരണന്മാരൊക്കെ പറയുന്ന ചില നല്ല കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ടെന്ന് വെച്ചാൽ ഒരു കൊന്ത ദൂരം എന്ന് പറയുന്ന ആ പഴയ ആധ്യാത്മിക ശൈലിയിലേക്ക് നമ്മൾ വളരാൻ വേണ്ടി കാരണമാകട്ടെ ഈ കൊന്തമാസക്കാലം. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒക്ടോബർ മാസത്തിൽ ഈശോയോട് നിരന്തരം ആ കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥ തേടിയതുപോലെ എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഈശോയുടെ സന്നിധിയിൽ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ നമുക്ക് മുറുകെ പിടിക്കാം. ജീവിതത്തിൽ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് വലിയ ശക്തി നൽകട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ